ഇലക്ട്രിക്കൽ ഫീൽഡിലുള്ള എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ് സ്റ്റാർട്ടർ. ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റെഡ്യൂസ്ഡ് വോൾട്ടേജ് സ്റ്റാർട്ടേഴ്സിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണിത്. ഇതേ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന മറ്റൊന്നാണ് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. വിത്ത് ഡയഗ്രാം ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇൻഡസ്ട്രിയിൽ 5 കിലോവാട്ടിന് താഴെയുള്ള ഇൻഡക്ഷൻ മോട്ടോറുകൾ സാധാരണ DOL സ്റ്റാർട്ടർ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യാറ്. 5 കിലോവാട്ടിന് മുകളിലുള്ള വലിയ മോട്ടോറുകൾ സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ പോലുള്ള റെഡ്യൂസ്ഡ് വോൾട്ടേജ് സ്റ്റാർട്ടർ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യാറ്. വലിയ മോട്ടോറുകൾ DOL സ്റ്റാർട്ടറിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ട് എടുക്കുകയും അതുകാരണം അത് ഫുൾ സിസ്റ്റത്തെ തന്നെ ബാധിക്കാനും സാധ്യതയുണ്ട്. സ്റ്റാർട്ടറിൽ സ്റ്റാർട്ടിംഗ് പീരീഡിൽ മോട്ടോർ ടെർമിനൽ സ്റ്റാർ കോൺഫിഗറേഷനിൽ കണക്ട് ചെയ്യുന്നു. ഇതുവഴി റെഡ്യൂസ്ഡ് വോൾട്ടേജാണ് മോട്ടറിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. പിന്നീട് കൺട്രോൾ സർക്യൂട്ടിലെ ടൈമറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സമയത്തിന് ശേഷം മോട്ടോർ ടെർമിനൽ ഡെൽറ്റ കോൺഫിഗറേഷനിലേക്ക് മാറ്റുകയും ഫുൾ വോൾട്ടേജ് മോട്ടറിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ഇതിനുശേഷം മോട്ടർ നോർമൽ രീതിയിൽ വർക്ക് ചെയ്യുന്നു. സ്റ്റാർട്ടറിൻ്റെ കൺട്രോൾ വയറിംഗ് ഒന്ന് നോക്കാം. പവർ ഡയഗ്രത്തിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചെറിയ വ്യത്യാസങ്ങളുള്ള പലതരത്തിലുള്ള ഡ്രോയിങ്ങുകൾ ഗൂഗിളിൽ നിന്നും യൂട്യൂബിൽ നിന്നും നമുക്ക് ലഭിക്കും. അങ്ങനെ യൂട്യൂബിൽ നിന്ന് ലഭിച്ച ഒരു ഡ്രോയിങ്ങാണ് ഞാൻ ആദ്യം ഫോളോ ചെയ്തിരുന്നത്. പിന്നീട് ഞാൻ അപ്രന്റീസ്ഷിപ്പിന് നിന്നിരുന്ന കമ്പനിയിലെ ടെക്നീഷ്യനിൽ നിന്നാണ് അതിലൊരുപാട് തെറ്റുകളും പോരായ്മകളും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം കുറേ കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. ആ ഡ്രോയിങ്ങാണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനുശേഷം ഫോളോ ചെയ്യാൻ പാടില്ലാത്ത ആ മിസ്റ്റേക്കുള്ള ഡ്രോയിങ് കൂടി അവസാനം ഉൾപ്പെടുത്തുന്നുണ്ട്. ആ ഡ്രോയിങ് ഏതാണെന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കേണ്ടതാണ്. അത് ഫോളോ ചെയ്യാൻ പാടില്ലാത്തതാണ്. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഡ്രോയിങ്ങിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പറയാം. MCB, ഫ്യൂസ്, OLR, ഒരു ഓഫ് പുഷ് ബട്ടൺ, ഒരു ഓൺ പുഷ് ബട്ടൺ. ഇതിൽ ഓഫ് പുഷ് ബട്ടൺ എപ്പോഴും നോർമലി ക്ലോസ്ഡും ഓൺ പുഷ് ബട്ടൺ എപ്പോഴും നോർമലി ഓപ്പണുമായിരിക്കും. പിന്നെ 3 കോണ്ടാക്ടറുകൾ സ്റ്റാർ, ഡെൽറ്റ, മെയിൻ, കൂടാതെ ഒരു ടൈമർ കൂടി ഡ്രോയിങ്ങിൽ ഉണ്ടാകും. സാധാരണയായി ഓഫ് പുഷ് ബട്ടനാണ് ആദ്യം കാണിക്കാറ്. ഇത് ഫേസ്, ന്യൂട്രൽ. 230 വോൾട്ട് കോയിലുള്ള കോണ്ടാക്ടർ ആണെങ്കിൽ സാധാരണ ഫേസ് ന്യൂട്രലാണ് കൊടുക്കാറ്. പക്ഷേ ഇൻഡസ്ട്രികളിൽ 440 വോൾട്ടിൻ്റെ കോണ്ടാക്ടറും കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ഫേസാണ് കോയിലിൽ കൊടുക്കാറ്. വർക്കിങ്ങിലേക്ക് കടക്കുമ്പോൾ ഓൺ പുഷ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് സപ്ലൈ ഓൺ പുഷ് ബട്ടൺ വഴി സ്റ്റാർ കോണ്ടാക്ടറിലേക്ക് എത്തുന്നു. ഇതേ സമയത്ത് തന്നെ ടൈമറിലേക്കും സപ്ലൈ എത്തുന്നു. ടൈമർ കൗണ്ട് ചെയ്യാൻ തുടങ്ങുന്നു. സ്റ്റാർ കോണ്ടാക്ടർ എനർജൈസ് ചെയ്യുമ്പോൾ സ്റ്റാറിൻ്റെ ഓക്സിലറി ആയ ഈ NO നോർമലി ക്ലോസ്ഡ് ആവുകയും അതുവഴി മെയിൻ കോണ്ടാക്ടറിലേക്ക് സപ്ലൈ എത്തുകയും ചെയ്യുന്നു. മെയിൻ കോണ്ടാക്ടറിൽ സപ്ലൈ എത്തി അത് എനർജൈസ് ആകുമ്പോൾ മെയിൻ കോണ്ടാക്ടറിൻ്റെ നോർമലി ഓപ്പൺ, നോർമലി ക്ലോസ്ഡ് ആവുകയും അതുവഴി സപ്ലൈ ഡെൽറ്റയുടെ ഇവിടെ വരെ എത്തുന്നു. പക്ഷേ സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ NC ഇവിടെ കൊടുത്തിരിക്കുമ്പോൾ സ്റ്റാർ കോണ്ടാക്ടർ എനർജൈസ് ആവുന്ന ആ ഇൻസ്റ്റൻറ്റിൽ ഈ NC NO ആവുകയും സ്റ്റാർ എത്ര നേരം വരെ എനർജൈസ് ആയിരിക്കുന്നോ അതുവരെ ഡെൽറ്റ ഒരിക്കലും എനർജൈസ് ആവില്ല എന്നുള്ളത് ഇത് എൻഷുർ ചെയ്യുന്നു. പിന്നീട് നമ്മൾ ടൈമറിൽ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ടൈം പീരീഡ് കഴിയുമ്പോൾ ടൈമറിൻ്റെ ഓക്സിലറി കോണ്ടാക്റ്റിൻ്റെ പൊസിഷൻസ് അത് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ സ്റ്റാർ കോണ്ടാക്ടറിന് സീരീസ് ആയിട്ടുള്ള ടൈമറിൻ്റെ NC കോണ്ടാക്റ്റ് നോർമലി ഓപ്പൺ ആവുകയും അതോടെ സ്റ്റാർ കോണ്ടാക്ടറിലേക്കുള്ള സപ്ലൈ അവസാനിക്കുകയും അത് എനർജൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഇൻസ്റ്റൻറ്റിൽ ഡെൽറ്റ കോണ്ടാക്ടറിന് സീരീസ് ആയിട്ടുള്ള സ്റ്റാറിൻ്റെ NC അത് NO, സ്റ്റാർ എനർജൈസ് ആയിരുന്ന സമയത്ത് NO ആയിരുന്നു. സ്റ്റാർ എനർജൈസ് ആകുമ്പോൾ അത് വീണ്ടും NC ആവുകയും മെയിനിൻ്റെ ഓക്സിലറി വഴി സപ്ലൈ ഡെൽറ്റയിലേക്ക് എത്തുകയും മോട്ടറിൻ്റെ കോൺഫിഗറേഷൻ ഡെൽറ്റയിലേക്ക് ചേഞ്ച് ചെയ്ത് മോട്ടർ ഡെൽറ്റ കണക്ഷനിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് പുഷ് ബട്ടൺ, അതായത് ഓൺ പുഷ് ബട്ടൺ ഞെക്കുമ്പോൾ സപ്ലൈ MCB, ഫ്യൂസ്, OLR വഴി സ്റ്റാർ കോണ്ടാക്ടറിൻ്റെ കോയിലിലേക്ക് എത്തുന്നു. ഈ സമയത്ത് തന്നെ സപ്ലൈ ടൈമറിലേക്കും എത്തുന്നു. ടൈമർ കൗണ്ട് ചെയ്ത് തുടങ്ങുന്നു. സ്റ്റാർ കോണ്ടാക്ടർ എനർജൈസ് ചെയ്യുമ്പോൾ സ്റ്റാറിൻ്റെ ഓക്സിലറി കോണ്ടാക്റ്റായ ഇത് നോർമലി ക്ലോസ്ഡ് ആവുകയും സ്റ്റാറിൻ്റെ തന്നെ നോർമലി ക്ലോസ്ഡ് ആയ ഈ കോണ്ടാക്റ്റ് ഓപ്പൺ ആവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും സ്റ്റാർ എനർജൈസ് ആയിരിക്കുന്ന ഇൻസ്റ്റൻറ്റിൽ ഡെൽറ്റ കോണ്ടാക്ടർ എനർജൈസ് ആവില്ല. ഇതിനെ നമ്മൾ ഇൻ്റർലോക്കിംഗ് എന്നും പറയും. പിന്നീട് സ്റ്റാറിൻ്റെ ഈ NO കോണ്ടാക്റ്റ് NC ആകുമ്പോൾ സപ്ലൈ ഇതുവഴി എത്തി മെയിൻ കോണ്ടാക്ടർ എനർജൈസ് ആവുകയും മെയിൻ കോണ്ടാക്ടറിൻ്റെ NO കോണ്ടാക്റ്റ് NC ആവുകയും ചെയ്യുന്നു. ഇതുവഴി സർക്യൂട്ടിലേക്കുള്ള സപ്ലൈ ഓൺ പുഷ് ബട്ടൺ വിട്ട് കഴിഞ്ഞാലും മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതിനെ നമ്മൾ ഹോൾഡിംഗ് കോണ്ടാക്റ്റ് എന്നും പറയും. പിന്നീട്
നമ്മൾ ടൈമറിൽ ആദ്യമേ സെറ്റ് ചെയ്ത ടൈം പീരീഡ് കഴിയുമ്പോൾ ടൈമറിൻ്റെ ഓക്സിലറി കോണ്ടാക്റ്റിൻ്റെ പൊസിഷൻ അത് ചേഞ്ച് ചെയ്യുന്നു. അതുവഴി സ്റ്റാർ കോണ്ടാക്ടറിന് സീരീസ് ആയിട്ടുള്ള ഈ NC കോണ്ടാക്റ്റ് NO ആവുകയും സ്റ്റാർ ഡീഎനർജൈസ് ആവുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഡെൽറ്റ കോണ്ടാക്ടറിന് സീരീസ് ആയിട്ടുള്ള സ്റ്റാറിൻ്റെ ഈ NC കോണ്ടാക്റ്റ് വീണ്ടും അതിൻ്റെ ഇനിഷ്യൽ പൊസിഷനിലേക്ക് വരികയും ഈ സർക്യൂട്ട് ക്ലോസ് ആവുകയും ഡെൽറ്റ കോണ്ടാക്ടർ എനർജൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഡെൽറ്റയുടെ NC NO ആവുകയും സ്റ്റാർ ഒരു കാരണവശാലും പിന്നീട് ഓൺ ആവാതിരിക്കുക എന്ന കണ്ടീഷൻ എൻഷുർ ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് മോട്ടർ ഡെൽറ്റ കോൺഫിഗറേഷനിൽ നോർമലായി റൺ ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഞാൻ ആദ്യം ഫോളോ ചെയ്തിരുന്ന ആ തെറ്റായ ഡ്രോയിങ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഡ്രോയിങ് പ്രകാരം മെയിൻ കോണ്ടാക്ടറാണ് ആദ്യം എനർജൈസ് ആവുന്നത്. പലർക്കും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണത് ഒരു സ്റ്റാർട്ടറിൽ ആദ്യം എനർജൈസ് ചെയ്യുന്നത് മെയിൻ കോണ്ടാക്ടറാണെന്നത്. പക്ഷേ അങ്ങനെയല്ല. സ്റ്റാർട്ടറിൽ ആദ്യം എനർജൈസ് ആവേണ്ടത് സ്റ്റാർ കോണ്ടാക്ടറാണ്. ഇതേസമയം തന്നെ ടൈമർ കൗണ്ടിങ് തുടങ്ങുകയും വേണം. മെയിൻ കോണ്ടാക്ടറാണ് ആദ്യം എനർജൈസ് ആവുന്നത് എന്ന തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നവർ കമൻറ്റ് ബോക്സിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഡ്രോയിങ്ങിലെ കൂടുതൽ തെറ്റുകൾ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുമെന്നും കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി മികച്ച കണ്ടൻറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.